നമ്മൾ ചിട്ടികളിലാണെങ്കിലും FD-യിലാണെങ്കിലും ഒക്കെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ പിന്നെ പണപ്പെരുപ്പം വരുമ്പോൾ അത് ആ പൈസയ്ക്ക് വലിയ മൂല്യം ഉണ്ടാവില്ല, മൂല്യം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ് ഈ പണപ്പെരുപ്പം ഒന്ന് ലളിതമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാവോ? അല്ല, പണപ്പെരുപ്പം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ഉണ്ട്. ഇപ്പം എനിക്ക് അറിഞ്ഞൂടാ, ക്രിസ്ത്യനിക്ക് ഓർമ്മയുണ്ട് ഡിഗ്രിക്ക് എത്ര ഫീസ് കൊടുക്കുന്നുള്ളത്? ഇല്ല, ഞാൻ എയ്ഡഡ് ക്യാമ്പസിലായിരുന്നു. ഇപ്പം 800 രൂപയൊക്കെ ടോട്ടൽ അറിയില്ല. ആണെങ്കിൽ അല്ലെ ഹോസ്റ്റൽ ഫീസ് എത്ര കൊടുത്തിരുന്നത് ഏകദേശം അറിയോ? എത്ര കൊല്ലമായി പഠിച്ചിട്ട് പാസ്സായിട്ട് എത്ര കൊല്ലമായി? പാസ്സായിട്ട് കുറെ വർഷമായി. 5 കൊല്ലമായി? 5-6 കൊല്ലത്തിന് വേണ്ടി. ആ സെയിം കോഴ്സിന് ഇപ്പം എത്ര റേറ്റുണ്ടോ? ഹോസ്റ്റൽ ഫീസ് എല്ലാവരും സെയിം ഫീ. ഇപ്പോൾ ഇന്ന് കൃഷിയുടെ അനിയത്തി പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സെയിം കോഴ്സ്, സെയിം കോളേജ്, സെയിം ഹോസ്റ്റല്, എക്സാം ഫീസ് എന്താണല്ലോ MG യൂണിവേഴ്സിറ്റി കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃഷിനെ പഠിച്ചേക്കാൾ ഇത്തിരി കൂടുതലുണ്ടാവും. ഹോസ്റ്റൽ ഫീസ് നല്ല കൂടി ഉണ്ടാവും. ഈ കൂടുതലാണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് തന്നെയാണ് അന്ന് ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന ടൈമിൽ നമ്മൾ ഇവൻ വേറൊന്നുമല്ല, അന്ന് ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന ടൈമിൽ വീട്ടിൽ പോകുന്ന ടൈമിൽ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ കടയിൽ കയറിയിട്ട് പഫ്സും സർവത്തും കുടിച്ചിട്ടുണ്ടാവും ഇല്ലേ? ഇന്നത്തെ പിള്ളേരെ അത് കഴിക്കുമോ? ഇല്ല. ദാറ്റ് ഈസ് കോൾഡ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഈ സാധനം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ കൃഷിയുടെ പാരൻസ് ആണെന്നുണ്ടെങ്കിൽ, അനിയത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ വയസ്സിലാണെങ്കിൽ സെയിം പാടാണെങ്കിൽ ഞാൻ ചേച്ചിക്ക് കൊടുത്തിരുന്നത് ഇത്ര രൂപയാണ്, അവൾ ഹാപ്പി ആയിട്ട് 10 രൂപ കൊണ്ട് ഡെയിലി ജീവിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പറ്റില്ല. ദാറ്റ് ഈസ് ഇൻഫ്ലേഷൻ. ഇത് തന്നെയല്ലേ സിമ്പിൾ സാധനം. എനിക്കറിഞ്ഞോളൂ ഇത് തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി ക്രിസ്റ്റീന ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ അവിടെ ഒരു സിറ്റുവേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിച്ച എത്ര കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി അറിഞ്ഞിരിക്കും. അപ്പോൾ 17 വർഷം കഴിഞ്ഞാൽ കുട്ടിക്ക് ഡിഗ്രിക്ക് പോകണം. അപ്പോൾ അന്ന് ഞാൻ മറ്റേ 800 രൂപയ്ക്ക് എയ്ഡഡ് കോളേജിലാണ് ജേർണലിസം പഠിച്ചത്. 800 രൂപ കാശ് കൊടുക്കലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നടക്കും? ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട, ആ 800 രൂപ 20 വർഷം കഴിഞ്ഞാൽ എത്രയാവുന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇതൊരു വലിയൊരു കാൽക്കുലേഷൻ ആവശ്യമാണ്. സിമ്പിൾ അല്ലേ ഈ കാൽക്കുലേഷൻ? കാൽക്കുലേഷൻ എത്രയും നമുക്ക് ഈ കാൽക്കുലേഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ 2 കാൽക്കുലേഷനാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ സെയിം ആക്ടിവിറ്റിക്ക് എത്ര ചിലവാകുന്നുള്ളത്. 2, നേരത്തെ സർവത്തിൽ നിന്ന് ഇപ്പോൾ ഫ്രഷ് ജ്യൂസിലേക്ക് മാറിയ ഒരു ഇതുണ്ടല്ലോ, അതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിച്ച ജേർണലിസം ആയിരിക്കും, അന്ന് ചിലപ്പോൾ ജേർണലിസത്തിന് വരെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സ് ആയിരിക്കും. അന്ന് ജേർണലിസം ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ച ഏറ്റവും നല്ല കാര്യമാണ് BCom പഠിക്കുക. ഞങ്ങൾക്ക് ഇത്തിരി മോഡേൺ ആയിട്ട് BBA പഠിച്ച് ഈ സാധനം പറഞ്ഞാൽ. അപ്പോൾ അന്ന് BBA വാസ് വെരി ഗുഡ്. ഈ സാധനം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡിഗ്രിക്ക് BBA എന്ന് പറഞ്ഞാൽ എനിക്ക് നോർമൽ എനിക്ക് അറിഞ്ഞോളാം. ഇപ്പം പിള്ളേർക്ക് BBA-നേക്കാളും വലുത് വേണം ഇപ്പം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര രൂപ ചിലവിൽ വ്യത്യാസം പറഞ്ഞു. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ചില കോഴ്സിനൊക്കെ 2 കോടി രൂപ ചിലവുള്ള PG പ്രോഗ്രാമൊക്കെ പിള്ളേർ US-ലൊക്കെ പല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ പിള്ളേരുടെ പാരൻസ് ഇവിടെ PhD ഒക്കെ എടുത്ത പോലും ഇത്രയും രൂപയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ സോ ദാറ്റ് ഇൻഫ്ലേഷൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് എൻ്റെ മോളെ പഠിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ മാസം ഞാൻ ചിട്ടി ചേരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടി എന്ന് പറഞ്ഞാൽ ആകെയുള്ള റിട്ടേൺ എന്ന് വെച്ചാൽ 4% 5% വിളിക്കഴിവെല്ലാം കഴിഞ്ഞിട്ട് അത് മതിയാണ്. ഇതിനെയാണ് എന്താ പറയുക, വി നീഡ് ടു സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ. സ്റ്റഡി, വി നീഡ് ടു ഹാവ് എ ഡിസിപ്ലിൻ, വി നീഡ് ടു ഹാവ് എ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അതർ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഞാൻ ഏതാണ് ഒപ്റ്റിമം എന്നുള്ളത് അസറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് എത്ര FD വേണം, എത്ര ഗോൾഡ് വേണം, എത്ര മ്യൂച്വൽ ഫണ്ട് വേണം, എത്ര ഇക്വിറ്റി വേണം, എത്ര വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇത് അതിനും ഒരു സയൻറ്റിഫിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. So that is where wealth management come into play. സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് കേട്ടിട്ടുള്ള ഒന്നാണ്, ഈ പ്രവാസികൾ വന്ന് വിമാനം ഇറങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കൾ സജസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു രീതി ഉണ്ട് എന്ന്. അത് പക്ഷെ ആവശ്യം വരുന്ന സമയത്ത് അവർക്ക് ഉപകാരപ്പെടാറില്ല എന്നും കേട്ടിട്ടുണ്ട്. എൻ്റെ കേട്ടറിവ് മാത്രമാണ്. അപ്പം ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഇപ്പോൾ ഗ്ലോബൽ മൊത്തത്തിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് സെല്ലിംഗ് ഇസ് എ ബിഗസ്റ്റ് ഒരു മിസ്സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ വെരി ഗുഡ്. നമുക്ക് അസുഖം വരുമ്പോൾ കിട്ടണം. നമുക്ക് ഒന്നാമത്തെ കാര്യം ഇൻഷുറൻസ് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും എന്തിനാ വിറ്റെന്ന് അറിയില്ല.
അതെ അതെ. അപ്പോൾ മിക്കവാറും വാങ്ങുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ എൻ്റെ ബന്ധുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെയും കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിൽ ഇവിടെ വേണ്ട, ഞാൻ എൻ്റെ ഒരു ബന്ധു ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ നിന്ന് വാങ്ങിക്കൊള്ളാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ ആ ബന്ധുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഈ വിൽക്കുന്ന ആൾക്കാണെങ്കിലും കാര്യം വെച്ചാൽ എൻ്റെ സെയിൽസ് മാനേജർ പറഞ്ഞേക്കുന്ന പ്രൊഡക്റ്റ് ഏതാണ് അത് വിൽക്കാന്നുള്ളതായിരിക്കും ഇവർ നോക്കുന്ന കാര്യം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ് അതായിരിക്കും ഇവർ വിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടല്ല ഈ നീച്ചത്തർ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും ചില ഇപ്പോൾ ടൈപ്പിലൊക്കെ ഇൻഷുറൻസിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഒത്തിരി ക്ലയൻറ്റിൻ്റെയൊക്കെ പുറകെ നടന്ന് ബാങ്കിൽ നിന്നും ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഫോളോ അപ്പ് ചെയ്തിട്ടൊക്കെ ഇൻഷുറൻസ് വിൽക്കണം കാണാറുണ്ട്. അതിന് കാരണം വെച്ചാൽ ഒരു 10 പ്രാവശ്യം ക്ലയൻറ്റിനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും സ്റ്റിൽ വർത്ത് ഇറ്റ്, കാരണം അത്രയും കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിന് പകരം ഒരു മെച്ചുവേർഡായിട്ട് ഒരു ക്ലയൻറ്റിൻ്റെ ബെനിഫിറ്റ് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന കമ്മീഷൻ തുച്ഛമായിട്ടുള്ള കമ്മീഷനാണ്. അതിന് വേണ്ടി നമുക്ക് 10 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഇറ്റ് വോണ്ട് വർത്ത് ഇറ്റ്. ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ വരെ വി ക്യാൻ ഗീവ് സർവീസ് ഇഫ് അത് ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ട് ഉണ്ടെങ്കിലും. അപ്പോൾ അത് എപ്പോഴും പ്ലേ എ ബിഗ് റോൾ. എല്ലാ കാലത്തും ഒരാൾക്ക് പ്രവാസിയായിട്ട് തുടരാൻ വേണ്ടി സാധിക്കില്ല. ഒരു 40 അല്ലെങ്കിൽ 45 വയസ്സാകുമ്പോഴത്തേന് അവർക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ തൻ്റെ 25ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് ഒരു നിക്ഷേപ രീതികൾ പ്ലാൻ ചെയ്യേണ്ടത്? അല്ല, അത് കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യുക. നമ്മുടെ എത്ര രൂപ മാസം ചിലവുണ്ടെന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതിന് ഉതകുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തുടരുക. അതോടൊപ്പം തന്നെ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറയുക, മരിക്കും വരെ പ്ലാൻ ചെയ്യാനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷേ നമുക്ക് ഷോർട്ടായിട്ടുള്ള കുറേ റെസ്പോൺസിബിലിറ്റീസും ഡ്രീംസ് ഉണ്ടാവും. അപ്പോൾ അതിന് എത്ര വേണം എന്നുള്ളൊരു എപ്പോഴും ബഡ്ജറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിന് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് മാച്ച് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും 25 വയസ്സ് ആൾക്കാർക്കൊക്കെ ഇപ്പോഴേ ആലോചിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു 45-50 വയസ്സിലൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ഡു ഇറ്റ്. ഈ പറഞ്ഞ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ 2 കൺസെപ്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ പറയും ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലാന്നുണ്ടെങ്കിൽ ഫയർ എന്നൊക്കെ പറയില്ലേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഏർലി എന്നൊക്കെ പറയും, ഏർലി റിട്ടയർമെൻറ്റ്. അപ്പോൾ അത് റിട്ടയർമെൻറ്റും 2 ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ സാധാരണ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ആംഗിളിൽ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ടേക്കിംഗ് ഓഫ് ഫ്രം ദ വർക്ക് ആൻഡ് ഒരു പെൻഷനോ പാസീവ് ഇൻകം കൊണ്ടോ ജീവിക്കുന്നു. അതാണ് റിട്ടയർമെൻറ്റ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു ഫയർ നോക്കുന്ന ആൾക്കാർ, ഏർലി റിട്ടയർമെൻറ്റ് നോക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്ന കാര്യം വെച്ചാൽ എനിക്കിപ്പോൾ പ്രഷർ എടുത്തിട്ട് അമിത സാലറിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ജോലി ചിലപ്പോൾ ഞാൻ ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ഞാൻ പൈസ ഉണ്ടാക്കണം. എന്നിട്ട് ഒരു ടൈമിൽ എനിക്ക് റിലാക്സ് ആയിട്ട് വർക്ക് ചെയ്യണം. ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് വർക്കിംഗ്, ഐ വിൽ ഹാവ് സം ഇൻകം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് എത്ര രൂപ വേണം? ഇപ്പോൾ നമ്മൾ പറയുന്നത് എനിക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് മാസമുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര പ്രഷറാണ്. എനിക്ക് വീട്ടിൽ വൈഫിനെ കാണാനോ അല്ലെങ്കിൽ സ്പൗസിനെ കാണാനോ ഒന്നും പറ്റുന്നില്ല. പക്ഷേ കുട്ടികളൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഈ ജോലി നിർത്തണം. എന്നിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ട്യൂഷൻ എടുക്കും, അല്ലെങ്കിൽ ഒരു വാദ്യാരാവും, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യും. അതിന് ചിലപ്പോൾ ഒരു 30,000 കിട്ടും. അത് ഓക്കെ, ബിക്കോസ് ഐ ലവ് ദാറ്റ് വർക്ക് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്നുള്ളൊരു ഡെഫിനേഷൻ നമുക്കുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഈ റിട്ടയർ ഏർലി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ തരുന്ന ഒരു ടേമുമാണ്, ഇൻഡസ്ട്രിയുമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ യൂട്യൂബിലൊക്കെ പലരും പറഞ്ഞു ഞാൻ 45ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുത്തു, ഐ എം എൻജോയിങ് മൈ ലൈഫ് ഇൻ പോർച്ചുഗൽ എൻ്റെ അവിടെ എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യൂട്യൂബ് വ്യൂസ് തന്നെ 1 million ഒക്കെ ഉണ്ടാവും. അപ്പോൾ ദേ ആർ മേക്കിംഗ് പ്ലെൻറ്റി ഓഫ് മണി ഈ പറഞ്ഞ സാധനം ചെയ്ത്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് അവർ റിട്ടയർമെൻറ്റ് എടുത്തിട്ടില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഓഫീസ് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ചിലപ്പോൾ യൂട്യൂബ് ചാനലിൽ ദേ ആർ എൻജോയിങ് ആൻഡ് ഡൂയിങ് ഇറ്റ്. എനിക്കങ്ങനെ എൻജോയിങ് ആൻഡ് ഡൂയിങ് ആണെന്നുള്ള, ചില ആൾക്കാർ ചിലപ്പോൾ എൻജോയ് ചെയ്യാനുണ്ടാവില്ല, സ്ട്രെസ്സിലായിരിക്കും ചെയ്യണത്. പക്ഷേ നമ്മൾ അവരുടെ ആ വീട്ടിലെ സന്തോഷവും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള കെമിസ്ട്രിയും ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വീഡിയോ കഴിഞ്ഞാൽ തല്ലുപിടിക്കായിരിക്കും. പക്ഷേ വീഡിയോയ്ക്ക് മുന്നിലിരുന്ന് നമ്മൾ കാണുമ്പോഴായിരിക്കും വാവ്, ഐ വാണ്ട് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ലൈഫ്. ചിലപ്പോൾ ഈവൻ യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കൃഷിണയ്ക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 10 വീഡിയോ ഒരു 100 എണ്ണത്തിൽ കൂട്ടി വ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും പോവും ഈ സാധനം ചെയ്യാനുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ വർക്ക് ഈ പറഞ്ഞ സാധനം പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പലരെയും ലിസൺ ചെയ്യുന്ന ടൈമിൽ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ലൈഫായിട്ട് അലോ ചെയ്യണമെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താണോ പറ്റണം അത് പണി ചെയ്യുക.
ഗൾഫിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികളെ ബാങ്കിൽ നിന്ന് വിളിക്കും, ക്രെഡിറ്റ് കാർഡ് തരാമെന്നും പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് വിളിക്കും. ഇവിടെയുള്ള എംപ്ലോയീസിനെ എനിക്ക് പെൻഡാഡിൽ ഞാൻ എപ്പോഴും പിള്ളേരോട് പറയണം, നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കല്ലേ. അപ്പൊ ഈ പ്രവാസികൾ എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് എടുക്കും, എന്നിട്ട് മിനിമം ഡ്യൂ അടച്ചിട്ട് ഈ ചതിക്കുഴിയിലേക്ക് വീണു പോകും. എങ്ങനെയാണ് ഒരു പ്രവാസി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടത്? അല്ല, അത് പ്രവാസിയാണെങ്കിലും ആരാണെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ വെക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഇസ് എ ബ്രില്യൻ ടൂൾ. ഫ്രീ ആയിട്ട് ഒരു 45 ദിവസത്തോളം നമുക്ക് ക്രെഡിറ്റ് കിട്ടും. ദാറ്റ്സ് എ ഗുഡ് ടൂൾ അല്ലേ. പിന്നെ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ കിട്ടും, മണി ബാക്ക് കുറച്ച് പേ ബാക്ക് ഒക്കെ കിട്ടും. അപ്പം നല്ല ടൂളാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ഗ്രൗണ്ട് റൂൾസ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 50% കൂടുതൽ ഉപയോഗിക്കരുത്, ഒരു റൂള്. പിന്നെ നമ്മൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് മിസ് ചെയ്യരുത്, പേയ്മെൻറ്റ് മിസ് ചെയ്യരുത്. പേയ്മെൻറ്റ് മിസ് ചെയ്യരുതെന്ന് വെച്ചാൽ പലപ്പോഴും മിനിമം ചാർജ് അടച്ചു കഴിഞ്ഞാലും എത്രയാണോ ബാക്കിയുള്ളത് അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാം. പിന്നെ ക്രെഡിറ്റ് കാർഡാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ മന്താണ്. അപ്പോൾ ചിലപ്പോൾ 4%, 3% എന്നൊക്കെ ആയിരിക്കും എൻ്റെ ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ 4% എന്ന് പറഞ്ഞാൽ 4% ഇൻറ്റു 12, അപ്പം 48% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. 3% എന്ന് വെച്ചാൽ 36% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദാറ്റ്സ് ഹയസ്റ്റ് വൺ ഈ പറയുന്ന സാധനം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മിനിമം പേയ്മെൻറ്റ് മാത്രം നടത്തുള്ളൂവെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തി 5000 രൂപയാണ് മിനിമം എന്ന് പറഞ്ഞാൽ 5000 രൂപ അടച്ചു. അങ്ങനെയാണെങ്കിൽ ബാക്കി 95,000 രൂപയ്ക്ക് ഈ 36%, 48% പേയ്മെൻറ്റ് വരും. ഇപ്പം ഞാൻ ഇപ്പം അടുത്ത് ഞാനൊരു ഓട്ടോയ്ക്ക് പോകുന്ന ടൈമിൽ ഞാനൊരു ചേട്ടനെ പരിചയപ്പെട്ടു, ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ. അപ്പോൾ ആൾ പറഞ്ഞ കാര്യം വെച്ചാൽ ആൾ നമ്മുടെ വീഡിയോ ആണ് കണ്ടത്രേ. അപ്പോൾ ആൾക്ക് എന്നെ മനസ്സിലായി. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചാൽ ഞാൻ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള സാർ, എനിക്ക് എന്താ വഴി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആൾ എനിക്ക് ഓരോ കടങ്ങൾ പറയാം. അതിൽ പല കടങ്ങളും ഞാൻ മുഴുവനാക്കുന്നില്ല, അതിനെപ്പറ്റി ഞാൻ വേറെ വീഡിയോ പിന്നെ ചെയ്യാം. പക്ഷേ ഈ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അതേമാതിരി 80,000 രൂപയായിരുന്നു. 80,000 ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് പണ്ട് ക്രെഡിറ്റ് കാർഡിലുണ്ടായിരുന്നത് എന്തോ ഒരു 40,000 രൂപ അങ്ങനെ എന്തോ ഒക്കെ എന്തോ ഒരു റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി എല്ലാ മാസവും കൃത്യമായിട്ട് മിനിമം ചാർജ് അടയ്ക്കും, ഇപ്പോഴും അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ചാർജസ് പുള്ളി കാണിച്ചു കൊടുത്തു. പിന്നെ അതടച്ചിട്ടും ആ മാസം തന്നെ ഇൻട്രസ്റ്റ്, ഈ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതിന് ഇൻട്രസ്റ്റ് ചാർജ് ആവും. അപ്പോൾ ഭീമമായിട്ട് ആളിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോടില്ല. ഈ ലെവലിലാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ക്വിക്കായിട്ട് ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തുക. പറ്റുമെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് ഈ 5000-ൽ ആ എത്രയാണോ മിനിമം ബാലൻസ് അത് മാത്രം അടയ്ക്കാതെ ഒരു 10,000, 20,000 വെച്ച് കൂട്ടി അടയ്ക്കും. അങ്ങനെ 6 മാസത്തിൽ പരിപാടി തീർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിട്ട് സംസാരിച്ചിട്ട് ഒരു 1 ടൈം സെറ്റിൽമെൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ അത് 1 ടൈമായിട്ട് EMI-ലേക്ക് മാറ്റി തരാൻ പറ്റുമെന്ന് സംസാരിച്ച് നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം ആൾ ചെയ്തോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ മിനിമം ചാർജ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പൈസയ്ക്ക് നമ്മൾ 36, 48% ഒക്കെ ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പോൾ ആ ഒരു ട്രാപ്പിലേക്ക് ചെന്ന് പെടല്ലേ. ഇപ്പോൾ പലപ്പോഴും കടങ്ങളെന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ വരുന്ന പല ആൾക്കാരുണ്ട്. ഇവരെല്ലാവരുടെയും തുടക്കം മിക്കവാറും ഒന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. പിന്നെ 2-3 കാർഡ് എടുത്തിട്ട് അങ്ങോട്ട് അടയ്ക്കും, ഇങ്ങനെ അടയ്ക്കും. നോ, അത് നമ്മൾ ബിഹേവിയർ തെറ്റിക്കണ ഒരു സാധനമാണത്. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കളിലൊക്കെ ഡോനറ്റ് കഴിക്കാനൊക്കെ പോകും. അപ്പോൾ ഒരു പീസ് ഡോനറ്റ് ബാക്കി വരും. അപ്പോൾ നമ്മൾ സൊമാലിയയിലത്തെ പട്ടിണിപ്പാവളെ കാലിച്ച് നമ്മളതെടുത്ത് കഴിക്കും. ഈ സാധനം തന്നെയാണ് നമ്മുടെ ബിഹേവിയർ തെറ്റിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ സ്മെല്ല് കാണുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ടെംപ്റ്റേഷൻ ഉള്ള പോലത്തെ നമുക്ക് കടമെടുക്കാനും ടെംപ്റ്റേഷനാണ്. അപ്പോൾ ആ അഡിക്ഷനുള്ളൊരു ഇതൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കണ്ടിട്ടുണ്ട് പ്രവാസികൾക്ക് ഇപ്പം എന്താണെങ്കിലും കുടുംബത്തോടും മക്കളോടും കൂട്ടുകാരോടും നാടിനോടൊക്കെ ഭയങ്കര ഇമോഷൻസ് കൂടുതലാണ് അവർ ഇവിടുന്ന് വിട്ടുമാറി നിൽക്കുന്നതിൻ്റെ. ഇപ്പോൾ ഒരു മകളുടെ കല്യാണം അല്ലെങ്കിൽ മകൻ്റെ കല്യാണം വരുമ്പം അല്ലെങ്കിൽ ഒരു പഠനത്തിനായിട്ട് അവർ സമ്പാദിച്ച മുഴുവൻ തുകയും അവർ ചെലവാക്കും. പിന്നീട് അവർ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എങ്ങനെയാണ് ഒരു പ്രവാസി മക്കളുടെ ഭാവിയും സ്വന്തം ഭാവിയും സുരക്ഷിതമായി പ്ലാൻ ചെയ്യേണ്ടത്? അല്ല, കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ പറഞ്ഞു. കാരണം ഇതിനേക്കാളും വലുത് എനിക്ക് പറയാനില്ല. കാരണം ഒരു പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എത്ര വേണം, കുട്ടികൾക്ക് എത്ര വേണം, അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഒരു ടൈമിൽ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് സമ്പാദിക്കോ എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി സമ്പാദിക്കോ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നില്ല. അപ്പോൾ അങ്ങനെ ഏത് പ്രയോറിറ്റി കൊടുക്കും? അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിക്കുന്ന ടൈമിൽ ഒരു 50 വയസ്സായ ആൾക്കാരോടൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അവർ നെഞ്ചത്ത് കൈ വെച്ച് പറയും കുട്ടിയുടെ കല്യാണം.
യങ്സ്റ്റേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവരോട് റിട്ടയർമെന്റ്. അപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് ഇക്കാര്യത്തിൽ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, ഇപ്പോൾ നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞ മാതിരി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ ഈ കുട്ടികളുടെ കല്യാണത്തിനും എല്ലാത്തിനും നമ്മൾ സ്പെൻഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ റിട്ടയർമെന്റ് തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അതിനേക്കാളും വലിയ ദ്രോഹമില്ല. ഒറ്റ ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പൈസ മുഴുവൻ പൊട്ടിക്കുക കല്യാണത്തിന് വരുമ്പോൾ. നമ്മുടെയൊക്കെ ഒരു ലൈഫിലൊരു ആഗ്രഹമുള്ള ആ ബ്യൂട്ടിഫുൾ മൂമെന്റ് കാണാൻ വേണ്ടിയിട്ടുള്ള പലരും ജീവിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ മനസ്സിലാക്കുക, ഈ അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ സ്വപ്നമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനത്ര വലിയ മറ്റേ തന്തവൈബൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇറ്റ്സ് എ പോയിന്റ്. കുട്ടികൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, അങ്ങനെയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലൊന്നും പോയി ടൂറൊന്നും പോകണ്ട, വീട്ടിലിരിക്കാന്ന് പറയും. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യണം. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ കല്യാണമൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊരു കല്യാണമൊക്കെ നടത്തുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളും തമ്മിൽ ഒത്തുചേരും. ആ മെമ്മറി ഇസ് ക്രിയേറ്റഡ് എ ലോട്ട്. ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ല, അതിനുള്ള കാശുണ്ടെങ്കിൽ ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അപ്പോൾ 2-3 കല്യാണമാക്കും, എല്ലാ ബന്ധുക്കളും വരും. ഇപ്പോൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ഇപ്പം ഞാൻ പണ്ട് ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പല ബന്ധുക്കളുടെ കല്യാണം എനിക്ക് കൂടാൻ പറ്റില്ല. ഇപ്പൊക്കെ കല്യാണമൊക്കെ ഉണ്ടായി ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പോകും. കാരണം വെച്ചാൽ എല്ലാവരെയും കാണാൻ പറ്റും. ഇപ്പം എൻ്റെ സിസ്റ്റർ കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു ഡ്രീം ഇവൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഞാനതിൽ കണ്ട കാര്യം വെച്ചാൽ എൻ്റെ ഒരു ഫാമിലി ഒരുമിച്ച് വന്നു, നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഒരുമിച്ച് നിന്നു. ആ മെമ്മറി നമ്മുടെ പിള്ളേർക്കും എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യണ ഇറ്റ്സ് സംതിങ് എൽസ്. അപ്പോൾ അതിന് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഈ പറഞ്ഞ സാധനം അതും പറഞ്ഞിട്ട് അത് ലോണൊക്കെ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അങ്ങനെ പരിപാടി നടത്താം. ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ പ്രവാസികൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് വേഗം ഒരു വണ്ടി വാങ്ങുക എന്നുള്ളത്. ഒന്നെങ്കിൽ അവിടെ ലോൺ എടുത്തിട്ട് നമ്മൾ വണ്ടി വാങ്ങും, ഇല്ലെങ്കിൽ സ്വന്തം കയ്യിലെ പണം വെച്ചിട്ട് നമ്മൾ വണ്ടി വാങ്ങും. ഇതിലേതാണ് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം? അല്ല, ഉചിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിപ്പെൻഡ് വളരെ ക്ലിയർ അല്ലേ. ഇപ്പോൾ നമ്മൾ കാർ വാങ്ങിയിട്ട് അതിന് ബെനിഫിറ്റ് എടുക്കണമെങ്കിൽ നല്ലതല്ലേ. ഇപ്പോൾ ഒരു നല്ല കാർ വാങ്ങി എന്നിട്ട് അതിൽ നിന്ന് നല്ലൊരു ബിസിനസ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ ചില ടൈമിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ കാറും നമ്മുടെ കരിയർ നമ്മൾ യാതൊരു ബന്ധമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം റേഞ്ച് കാർ വാങ്ങാം, പിന്നെ അധികം ലോൺ എടുക്കാതിരിക്കുക. അത് എപ്പോഴും ഇറ്റ്സ് പ്യുവർലി അബൌട്ട് നമ്മുടെ റിക്വയർമെൻറ്റും ഇതും മനസ്സിലാക്കിയിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യേണ്ടത്. ഈവൻ എനിക്ക് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചില ടൈമിലൊക്കെ ഭയങ്കര സീനിയർ പൊസിഷനിലിരിക്കുന്ന ആൾക്കാരൊക്കെ, അപ്പോൾ അവർക്ക് ഓഫീസിൽ നിന്ന് കാറുണ്ടാവും, പക്ഷെ പേഴ്സണൽ ആവശ്യത്തിനുള്ള കാർ വെരി ഹമ്പിൾ കാർ. ആൻഡ് അവർ പറഞ്ഞു വെച്ചാൽ എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല, ഇത് ഓക്കെ ഉള്ളൂ. ആൻഡ് അവർക്ക് ആ ലൈഫ് സ്റ്റൈലും ആവശ്യമില്ല. പക്ഷേ അതേപോലെ തന്നെ ഞാൻ വേറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിലാണെങ്കിലും എനിക്കിത് വേണം, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് ആ ഒരു മിനിമം കാര്യം ചെയ്തില്ലെങ്കിൽ അതിനൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മുടെ ബഡ്ജറ്റും ഇത് നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. പിന്നെ ലോൺ എടുക്കുകയാണെങ്കിലും നമുക്ക് അതിലൊരു കൃത്യമായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടാവും. ഈ ലോണ് എൻ്റെ ഇൻകത്തിൻ്റെ എത്ര ശതമാനമാണ്, കയ്യിൽ നിന്ന് പോയിട്ടാണോ നമ്മൾ എടുക്കുന്നത്, അത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ അതുപോലെ കണ്ടതാണ് കോവിഡ് കാലത്ത് കുറേയധികം ആളുകളുടെ ജോലി പ്രവാസികളുടെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാതെ വരികയും അവിടെ സ്റ്റക്ക് ആവുകയും ചെയ്തു. അതിൽ പലരും പറഞ്ഞിട്ടുള്ള കാര്യം റൂം റെന്റ് അടയ്ക്കാൻ പോലും അന്ന് കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യം. ഒരു പ്രവാസിക്ക് എത്ര രൂപ എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം? പ്രവാസിയാണെന്നുണ്ടെങ്കിൽ 12 മാസം ഉണ്ടെങ്കിൽ നല്ലത്. 12 മാസം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെയൊക്കെ ജോലിയൊക്കെ പെട്ടെന്ന് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യണം അടുത്ത ജോലി കിട്ടുന്നവർ. എസ്പെഷ്യലി ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ 12 മാസത്തെ എടുത്തു വെക്കണം നല്ലത്. ഇനി അങ്ങോട്ട് ജോലിയൊക്കെ പോണത് പെട്ടെന്ന് വിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചില ടൈമിൽ ചില രാജ്യങ്ങളിലൊക്കെ ഉള്ള ക്ലയൻസിനെ ഞാൻ കാണുമ്പോൾ അവർക്ക് ജോലി പോണതും ജോലി അടുത്തത് ഒപ്പിക്കണതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ റെഗുലർ അഫെയർ. ഇപ്പോൾ നമ്മുടെ ഇടയും ഇനി അങ്ങനെ വരും ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഇവൻ അവിടുത്തെ എംപ്ലോയേഴ്സിനും എംപ്ലോയിക്കും അങ്ങനത്തെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ല. ഈ പ്രൊജക്റ്റ് കഴിഞ്ഞു, അതിൻ്റെ പേരിൽ നാളെ തൊട്ട് വരണ്ടാട്ട എന്ന് വളരെ സ്നേഹത്തോടെ പറയാനും ഒരു കോഫി കുടിച്ചിട്ട് പിരിയാനും മാത്രമുള്ള ഒരു ലേബർ ലോസും അവിടെ ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ലേബർ ലോസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ ഇനി നമ്മളും ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെയും ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ കാരണം നമ്മുടെ ആ ഒരു സ്കില്ലിനോ നമ്മുടെ റോളിനോ റിലവൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കട്ട് ചെയ്യാനായിട്ട് ഉള്ള ആവശ്യം അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൺ എ റെഗുലർ ബേസിസ് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ റോള് റിലവൻ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ലേ എൻ്റെ ജോലി 9 to 6 ആണ്, അങ്ങനെ എനിക്ക് പോരാതെ എനിക്ക് ആ 9 to 6 എന്ത് രീതിയിൽ എനിക്ക് കമ്പനിയുടെ റവന്യൂ കൂട്ടാൻ പറ്റും, എൻ്റെ റിലവൻസ് ആ കമ്പനിയിൽ വെക്കാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണെങ്കിലും നമ്മളെ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ 12 മാസം എമർജൻസി ഫണ്ടാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ജോലി പോയി കഴിഞ്ഞാൽ നമുക്ക് EMI എല്ലാവരും ഉണ്ടാവും. ഞാനീ പറഞ്ഞ എമർജൻസി ഫണ്ട് EMI എല്ലാം പെട്ടിട്ടുണ്ടാവും, അതെല്ലാം അടയ്ക്കണ 12 മാസത്തേക്കുള്ള വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് EMI ഒക്കെ നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും, അടുത്ത 3 മാസങ്ങളിൽ അടുത്ത ജോലി കണ്ടെത്താനും പറ്റും. അപ്പോൾ ആ ജോലി കണ്ടെത്തുന്ന ടൈമിലും ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം വെച്ചാൽ 40-45 വയസ്സായ ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ശമ്പളത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ ചിലപ്പോൾ ആ ശമ്പളത്തിനനുസരിച്ചുള്ള ഒരു റവന്യൂ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊന്ന് സ്വയം മനസ്സിലാക്കി ഇത്തിരി ശമ്പളം കുറഞ്ഞായിരിക്കും മാറി ആ ഇൻകം ഫ്ലോ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ ചില ടൈമിലൊക്കെ ഇങ്ങനെ ഫിനാൻഷ്യൽ പ്ലാനൊക്കെ ജോലി പോയ ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ അവർ 40-45 വയസ്സൊക്കെ ആയിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ഈ 40-45 എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങളുടെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ അവരിങ്ങനെ ഒരു നല്ല ശമ്പളത്തിലേക്കൊക്കെ എത്തി. ആ ടൈമിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാവും, അവരുടെ അവരുടെ ഹാബിറ്റ്സിൽ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത്തിരി എന്തെങ്കിലുമൊക്കെ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിൽ അവരിൽ നിന്ന് അത്രയും ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അവരെ തട്ടാനായിട്ടുള്ള നിർബന്ധിച്ച കമ്പനിയാവും. ആ സംബന്ധം ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയണം എനിക്ക് ഈ ശമ്പളം ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ജോലി പോലും കിട്ടില്ല. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മെച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം. എനിക്ക് എങ്ങനെ ഇത്തിരി കുറഞ്ഞാലും എൻ്റെ ഒരു ഇപ്പോഴത്തെ EMI കാര്യങ്ങളൊക്കെ നടന്നു വേണ്ട എത്ര മതി, അത് വെച്ചിട്ട് ജോലിക്ക് കയറിയിട്ട് അവിടെ പെർഫോം ചെയ്യും. കാരണം പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും ഇല്ലാണ്ട് ഇനി അങ്ങോട്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് എംപ്ലോയി ആയാലും ശരി, ബിസിനസ്സുകാരാണെങ്കിലും ശരി. അപ്പോൾ ബിസിനസ്സുകാരൻ്റെയും ധർമ്മമാണ് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തവരെ തട്ടാന്നുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കുഴപ്പം ആ ബിസിനസ്സുകാരൻ ആ എംപ്ലോയിനോട് ഏറ്റവും വലിയ ദ്രോഹമാണ്. കാരണം വെച്ചാൽ പെർഫോമൻസ് ഇല്ലാണ്ട് ആ എംപ്ലോയിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നു, നീ നിന്നാൽ കുഴപ്പമില്ല ഞാൻ സഹിച്ചോളാം എന്ന് പറയണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവനെ കൊണ്ട് പറ്റാണ്ടാവാൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വരും. അപ്പോൾ എന്തായാലും പുറത്താക്കണത്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ വിചാരിച്ച് ഇത്രയും നാളും എനിക്കവിടെ 9 മണി to 6 മണി വരെ വെറുതെ ഇരിക്കണം എൻ്റെ ശമ്പളം കിട്ടിയിരുന്നത്, എന്താ നിങ്ങളങ്ങനെ തരാത്തത്, പണ്ടത്തെ മുതലാളി എന്നെ സംഭവിച്ചിരുന്നില്ല എന്നുള്ള സബ് കോൺഷ്യസ്ലി നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനർത്ഥം ആ മുതലാളി ആ എംപ്ലോയിനോട് ചെയ്ത് തെറ്റല്ലേ, ഈ വെറുതെ ഇരുത്തി പണിയെടുപ്പിച്ചത്, പൈസ കൊടുക്കുന്നത് വെറുതെ. കാരണം അത് ആ കുട്ടി അയാളോട് ചെയ്യണ ദ്രോഹമാണ് ലോങ് ടൈമിലേക്ക്. ആ ഷോർട്ട് ടൈമിലേക്ക് ചിലപ്പോൾ അവന് ചിലപ്പോൾ ഒരു സന്തോഷമായിരിക്കും, പക്ഷേ അത് എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനും ഓഫീസിലൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ. കാരണം വെച്ചാൽ നമുക്കെങ്ങനെ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സഹായിക്കാം, ഈവൻ അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് മെഷേഴ്സൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ അത് അവരോട് ചെയ്യണ ഏറ്റവും വലിയ സപ്പോർട്ടാണത്. കാരണം അവരെ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. എത്ര കാലം അയാളെ ഇൻഡിപെൻഡൻ്റ് ആക്കണ്ടേ വർക്കിന്. താങ്ക് യു സാർ, ഇത്രയും സമയം. താങ്ക് യു.